കേരള രാഷ്ട്രീയത്തിന് പകർന്നു നൽകുന്നത് എന്ത് മാതൃകയാണ്. ഇന്നലെ പറയാണ് ചാനലുകാര് ചോദിച്ചപ്പോ, വയനാട്ടിൽ വീടിനെ കുറിച്ച് വെച്ചാൽ പറയാണ് പണി തുടങ്ങി. അവർ പറഞ്ഞു ഇല്ല, തുടങ്ങിയിട്ടില്ലല്ലോ, നിങ്ങൾ പോയി അന്വേഷിക്കുന്നു. ഇത് പറയുമ്പോ ആലോചിക്കണ്ടേ, പോയി അന്വേഷിച്ചാൽ അവിടെ ഒരു പുല്ലുമില്ല, ഇത് ആളുകൾ കാണുമെന്ന് അന്വേഷിക്കുന്നു. അവിടെ ചെന്നപ്പോഴോ പണി തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണ ഒരാൾക്കറിയില്ലേ, ഒരു കെട്ടിടം പണിയണമെങ്കിൽ കേരളത്തിൽ പഞ്ചായത്താണെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെ കോർപ്പറേഷൻ, അവിടെ ആദ്യം ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം, വേണ്ടേ? കെട്ടിടം പണിയാൻ അനുമതി നേടണം. അതിന് കെട്ടിടത്തിന്റെ പ്ലാനും അതിന്റെ വിശദാംശങ്ങളും സമർപ്പിക്കണം. ഇവർ വാങ്ങിയ ഭൂമി ഉൾക്കൊള്ളുന്ന മേപ്പാടി പഞ്ചായത്തിന്റെ മുമ്പാകെ അങ്ങനെ ഒരു അപേക്ഷ തന്നെ കൊടുത്തിട്ടില്ല. എന്തിനാ അപേക്ഷ കൊടുക്കാത്തത്? അപേക്ഷ കൊടുക്കാത്തത് എന്തായാലും കോൺഗ്രസിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ കൊടുക്കേണ്ട കാര്യമുള്ളൂ. മനസ്സിലായില്ലേ? ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരു കല്ലിട്ടതാണ്. കല്ലിടാൻ അപേക്ഷ കൊടുക്കണ്ട. അത് ബിൽഡിംഗ് റോഡിൽ പറഞ്ഞിട്ടേ ഇല്ല, തറക്കല്ലിടാൻ അപേക്ഷ അത് വാങ്ങിയ. അപ്പൊ പണിയാൻ ഉദ്ദേശിച്ചിട്ടില്ല, അപേക്ഷയും കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയാണ് പണി അവിടെ നടക്കുന്നുണ്ടെന്ന്. മനുഷ്യന്മാരെ നോക്കിയാൽ കാണില്ല, മറ്റാരെങ്കിലും നോക്കിയാൽ കാണുമെന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ പറയുന്ന ഒരാൾ ഇപ്പൊ അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു കുടിൽ കെട്ടി സമരം നടത്താൻ പോവാണെന്ന് പറഞ്ഞു. കാരണം നാട്ടുകാരുടെ ഇന്ന് പിടിച്ച പൈസയാണ്. അതുകൊണ്ടാണ് വീട് പണിയാം എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹം കോപാകുലനായി പറയാണ്, ഞങ്ങൾ വാങ്ങിയ ഭൂമിയിൽ സമരം ചെയ്യാൻ വന്നാൽ ഞങ്ങൾ അടിച്ചോടിക്കും. അദ്ദേഹം പറയുക പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് പറയാണ് ഞങ്ങൾ അടിച്ചോടിക്കും. കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഇവര് വാങ്ങിയ ഭൂമിയിൽ ആര് സമരം ചെയ്യാൻ പോകുന്നു? ആരെങ്ങനെ പറയുന്നു? കുടിൽ കെട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇത് കുടിലും കെട്ടി അവർ സമരം ചെയ്തു. അത് ഇവരുടെ ഭൂമിയിലല്ല. അത് സാമാന്യമായി നമ്മുടെ ധാരണയില്ലേ? അവർ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണെങ്കിൽ അതിനകത്ത് കയറി സമരം ചെയ്യുന്ന മര്യാദയാണല്ലേ ആരെങ്കിലും ചെയ്യും? ആ ഭൂമിക്ക് പുറത്താണ്, അതിന്റെ തൊട്ടടുത്താണ് ഈ കുടിൽ കെട്ടികൾ. അത് പ്രതീകാത്മകമാണ്. ഇവരിങ്ങനെ പറ്റിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന. അങ്ങനെ ഒരു സമരം ചെയ്താൽ അടിച്ചോടിക്കും എന്നാണോ പറയുന്നത്? അങ്ങനെ അടിച്ചോടിക്കാൻ വന്നാൽ ആരെങ്കിലും ഓടൂ? ആരുടെയെങ്കിലും ശരീരം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണോ? അടി എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ മാത്രമുള്ള സാധനമാണോ? കൊള്ളാനും പറ്റുന്ന സാധനമല്ലേ? കൊണ്ടാൽ എല്ലാവർക്കും ശരീരം വീന്നിരിക്കുന്നല്ലേ? ഇതൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയണ്ടേ? ഇങ്ങനെയെല്ലാം ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വിടുവായത്തം പറയുന്ന ഒരാൾ